നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ നക്ഷത്രഫലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൗഭാഗ്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ഈ ഒരു മാസത്തെ, അതായത് മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഏതാണ് എന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ നക്ഷത്രങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ നല്ല ഫലങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു. ഇത് നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങളാണ് പറയുന്നത്. കൃത്യമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ദോഷകരമായ ഏതെങ്കിലും അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പരിഹാരങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കേണ്ട കാലഘട്ടങ്ങളിൽ അത് അനുഭവത്തിൽ വരൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മയിലെടുക്കണം. ആദ്യമായി പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ പറ്റിയാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. എന്തെങ്കിലും ഭാവിയിലേക്കുള്ള പദ്ധതികൾ, അത് സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, അതൊരു വീട് പണിയാകാം, ബിസിനസ് ആകാം, എന്തായാലും നിങ്ങൾക്കത് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ മെയ് മാസം. നല്ല മുഹൂർത്തം നോക്കി നിങ്ങൾ അത് ചെയ്യുക. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുന്ന മാസം കൂടിയാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടും. അതുമൂലം തന്നെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് ധനലാഭം ലഭിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ്. കൂടാതെ തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. അല്പം ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തെങ്കിലും ശാരീരികപരമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനാവശ്യമായ ചികിത്സ തക്ക സമയത്ത് തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങൾ മാറുവാൻ വേണ്ടി അശ്വതി നക്ഷത്രക്കാർക്ക് ലളിതമായ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, കർഗമാല സമർപ്പിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ സത്ഫലം ഈ മെയ് മാസത്തിൽ ലഭിക്കും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ ദീർഘനാളായി കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങൾ, നിങ്ങൾ പ്രയത്നിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും, അതിൻ്റെയൊക്കെ സത്ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മെയ് മാസം. സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുജനങ്ങളുടെയോ സഹായം തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ലഭിക്കും. അത് നിങ്ങളുടെ തൊഴിലിലോ ജീവിത സാഹചര്യങ്ങളിലോ ഒക്കെ ആയിരിക്കാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതിന് നിങ്ങൾ മുൻകാലങ്ങളിൽ സമർപ്പിച്ചിരുന്ന പേപ്പർ വർക്കുകൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സഹായകരമായ, ഗുണകരമായ ഒരു അറിയിപ്പ് ലഭിക്കും. വിദേശയാത്ര സഫലമാകുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അത്തരം ലക്ഷ്യം മനസ്സിൽ വെച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാവുന്നതാണ്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം. സാമ്പത്തികപരമായി പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരാവശ്യത്തിന് ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണോ, അത് ദൂർത്താണോ, അല്ലെങ്കിൽ അത് പാഴ്ചെലവായി പോകുമോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഭരണി നക്ഷത്രക്കാർ ഈ സമയത്ത് അത് ചെയ്യുക. മഹാലക്ഷ്മിക്ക് വെളുത്ത പുഷ്പങ്ങൾ അർച്ചന നടത്തുന്നത്, മഹാലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ഭഗവതി ക്ഷേത്രം സന്ദർശിച്ച് മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെളുത്ത പുഷ്പങ്ങൾ അർച്ചന നൽകുന്നത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ, ഈ മെയ് മാസത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ സഹായകരമാകും. മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന മാസമാണ് മെയ് മാസം. വളരെ സൗഹാർദ്ദപരമായി നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ യോഗമുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് വാങ്ങുന്ന വാഹനം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ്. ലാഭം വർദ്ധിക്കും. സാമ്പത്തികപരമായ ഗുണാനുഭവങ്ങൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ലഭിക്കും. നിങ്ങളുടെ സ്വഭാവം ഒന്ന് നിയന്ത്രിക്കേണ്ട കാലമാണ്. കോപവും സംസാരവും നിയന്ത്രിക്കണം. മറ്റുള്ളവരോടൊരു കാര്യം പറയുമ്പോൾ അപ്രിയകരമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. ബന്ധങ്ങൾ ഈ മാസം നിലനിർത്തുവാൻ കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തടസ്സങ്ങൾ മാറുവാനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുക, ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യ തടസ്സങ്ങൾ മാറുന്നതിന് വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. നാലാമത്തെ നക്ഷത്രം രോഹിണി.
സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. കലാപരമായ കഴിവുകളുള്ളവർ അല്ലെങ്കിൽ അത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അത് നാടകം, സിനിമ, നൃത്തം, ചിത്രകല, അങ്ങനെ വാദ്യോപകരണങ്ങൾ തുടങ്ങി കലാപരമായ എല്ലാ കാര്യങ്ങളിലും സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. നിങ്ങൾക്ക് വലിയ വേദികളിൽ വളരെ ഉന്നതരായ വ്യക്തികളുടെ മുന്നിൽ നിങ്ങളുടെ കലാപരമായ പാടവം അവതരിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ജോലി ലഭിക്കുവാൻ വളരെ അനുകൂലമായ സാധ്യതയുള്ളൊരു സമയമാണ്. നിങ്ങൾക്കൊരു പുതിയ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. ആരോഗ്യകാര്യത്തിൽ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം വേണം. അത് കൃത്യസമയത്ത് കഴിക്കുവാനും കൂടി ശ്രമിക്കണം. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനായി ശ്രമിക്കണം. വിശ്രമവും ഉറക്കവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ തടസ്സങ്ങൾ മാറുവാനായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നിവേദിക്കുന്നത് നല്ലതാണ്. ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലീകരിക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ പോകാൻ കഴിയുന്ന സമയത്ത് പോയി പ്രാർത്ഥിക്കുക. ദീപാരാധനയിലും അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ ഗുണം ചെയ്യും. 5ാമത്തെ നക്ഷത്രം മകയിരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക് മെയ് മാസം. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. അതൊരു വീട് പണിയോ അല്ലെങ്കിൽ ബിസിനസ്സിലെ തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊഴിൽപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന മെയ് മാസത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് ഈ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ജോലി മാറ്റത്തിന് നിങ്ങൾ നിൽക്കുന്ന കർമ്മരംഗത്ത് നിന്നും മറ്റൊരു മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ അത് സാധിക്കും. യാത്രകളിൽ കുറച്ച് സൂക്ഷ്മത പാലിക്കണം. അത് സ്വയം വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അസമയങ്ങളിലെ യാത്ര, സാഹസികകരമായ യാത്രകൾ, അറിയാത്ത സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. അത്യാവശ്യ സമയങ്ങളല്ല അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ പറ്റുന്നത് ഈ മെയ് മാസത്തിൽ മാറ്റിവെക്കുന്നതും നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് ദോഷപരിഹാരമായി കണക്കാക്കാം. ശിവക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ശിവഭഗവാനോട് നമ്മുടെ ദുഃഖങ്ങൾ പറയുക, കൂവളമാല സമർപ്പിക്കുക. ഇതെല്ലാം മകയിര നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുവാൻ കാരണമാകും. 6ാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്ന സമയമാണ് മെയ് മാസം. നിങ്ങൾ കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനത്തിന് ശരിയായ ഫലം ലഭിക്കുന്ന മാസം കൂടിയാണ് മെയ് മാസം. വളരെ അനുകൂലമായ നല്ല ഒരു മാസമാണ്. വിദ്യാർത്ഥികൾക്കും നേട്ടത്തിൻ്റെ സമയമാണ്. മത്സര പരീക്ഷ, സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ പഠനം മുന്നോട്ട് പോവുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ മികവ് പുലർത്തുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമാണ്. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്ത് മുന്നോട്ട് പോകുക. തൊഴിൽ അഭിവൃദ്ധിയുണ്ട്, സാമ്പത്തിക നേട്ടങ്ങളുണ്ട്, മാനസികമായ സമാധാനവും സന്തോഷവുമുണ്ട്. നല്ല സമയമാണ് മെയ് മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക്. ദോഷപരിഹാരമായി നാഗദൈവങ്ങളെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. നാഗദൈവങ്ങൾക്ക് നൂറും പാലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. രാഹുദോഷ പരിഹാരമാണ് നിങ്ങൾക്ക് ഈ മാസം ആവശ്യമായി വരുന്നത്. ഏതെങ്കിലും സർപ്പക്കാവുകളോ സർപ്പക്ഷേത്രങ്ങളോ ഒക്കെ ദർശനം നൽകുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം ഗുണം ചെയ്യും. 7ാമത്തെ നക്ഷത്രം പുണർദമാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കും. അത് വാങ്ങുന്ന ഭൂമി ആകുകയാണെങ്കിലും വിൽക്കുന്ന ഭൂമി ആവുകയാണെങ്കിലും നിങ്ങൾക്ക് ലാഭം ലഭിക്കും. വിൽക്കാനിട്ടേക്കുന്ന ഭൂമിയാണെങ്കിൽ നല്ല വിലയ്ക്ക് വിറ്റുപോകും. വാങ്ങുവാനാണെങ്കിൽ നിങ്ങൾ കരുതിയതിനേക്കാൾ ലാഭകരമായ ഒരു വിലയ്ക്ക് അത് സ്വായത്തമാക്കുവാൻ കഴിയും. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ്. കുറച്ച് കഠിനമായ യത്നം നിങ്ങൾ ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ കൃത്യമായ നേട്ടങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റവും
ഈ മാസം ലഭിക്കുവാൻ വളരെ സാധ്യതയാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കലഹത്തിന് സാധ്യതയുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാവൂ. നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്താൻ, എല്ലാ കാലത്തും നിലനിർത്താൻ ശ്രമിക്കണം. അത് വൈകാരികമായി സംസാരിച്ച് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ, അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും സഹോദരങ്ങളായാലും, അവരെ ശത്രുസ്ഥാനത്ത് കൊണ്ടിരുത്തുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. ദോഷപരിഹാരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. മനസ്സിന് നല്ല ശാന്തത ലഭിക്കും, ആത്മവിശ്വാസവും ധൈര്യവും ലഭിക്കും. വിഷ്ണു ക്ഷേത്ര സന്ദർശനവും നിങ്ങൾക്ക് ഈ സമയത്ത് ഈ പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. 8ാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. ഈ മാസം അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മംഗല്യ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വിവാഹപ്രായമായവരാണ്, വിവാഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകും. വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയങ്ങളിൽ വിവാഹം നടക്കുവാനോ ഒക്കെ തീരുമാനമാകുന്ന മാസം കൂടിയാണ് മെയ് മാസം. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ, സഹായം ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗം, അത് സ്വയം തൊഴിലായാലും ഔദ്യോഗിക മേഖലയിലായാലും ബിസിനസ് ആയാലും, വളരെ സമാധാനത്തോടുകൂടി സഹപ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്നവരുടെ പിന്തുണയോടുകൂടി മനോഹരമായി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായും നല്ല കാലം. വാദസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ആവശ്യമായ ചികിത്സകളും അനുകൂലമായ കാര്യങ്ങളുമൊക്കെ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമാണ്. ദോഷപരിഹാരമായിട്ട് അത് ചെയ്യാവുന്നതാണ്. ശാസ്താ ക്ഷേത്രങ്ങൾ ശനിയാഴ്ച ദർശനം നടത്തണം, പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും, ശാസ്താവിൻ്റെ അനുഗ്രഹങ്ങളും ലഭിക്കും. ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം വഴിമാറിപ്പോയി നല്ലൊരു മാസമായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക് മെയ് മാസം. 9ാമത്തെ നക്ഷത്രം ആയില്യമാണ്. ഗുണപരമായ കുറേ കാര്യങ്ങൾ സംഭവിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയുള്ള വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഈ മാസത്തിൽ. പഴയ കടങ്ങൾ, അതായത് സാമ്പത്തികമായി നിങ്ങൾക്ക് മെച്ചമുണ്ടാകും. പഴയ കടങ്ങൾ തീർക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് തൊഴിൽ ഒരു വിപുലീകരണം സാധ്യമാകുന്ന സമയമാണ്. അത് ബിസിനസ് ആയാലും സ്വയം സംരംഭങ്ങളായാലും ചെറുകിട കച്ചവടങ്ങളായാലും എന്തായാലും നിങ്ങളുടെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് ചെയ്താൽ സാമ്പത്തികമായ ഗുണം ലഭിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ്. നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. ചെറിയ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് ചികിത്സ ഏർപ്പെടുത്തി കൊടുക്കുവാൻ മടിക്കരുത്. ദോഷപരിഹാരങ്ങളായിട്ട് നാഗത്തറയിൽ 100 പാലും സമർപ്പിക്കുന്നതും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും നാഗക്ഷേത്രങ്ങൾ, കാവുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയില്യം നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ ദോഷപരിഹാരവും ഒപ്പം ഗുണകരവുമാകും. 10ാമത്തെ നക്ഷത്രം മകം നക്ഷത്രത്തിൻ്റെ മെയ് മാസ ഫലം നോക്കിക്കഴിഞ്ഞാൽ പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹമോ നൂലുകെട്ട്, പാലുകാച്ച് തുടങ്ങിയ സത്കർമ്മങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് മെയ് മാസം. കേസ് കെട്ടുകളിൽ പെട്ടുകിടന്ന വസ്തുവകകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമായൊരു വിധിയോ അല്ലെങ്കിൽ രമ്യമായ ഒരു ഒത്തുതീർപ്പോ നടക്കുവാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾക്ക് ഈ സമയത്ത് ഗുണകരമായി തന്നെ ഭവിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്ത ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ശ്രമം സഫലീകരിക്കും എന്ന് തന്നെ പറയാം. ലിസ്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ പേരുള്ളവരാണെങ്കിൽ ഈ സമയത്ത് അത് കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യഭഗവാന് നിങ്ങൾ ജലതർപ്പണം നടത്തണം. സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും പുണ്യമാണ്. സൂര്യക്ഷേത്രങ്ങൾ ഏതെങ്കിലും സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതിന് സാധിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉദയസൂര്യനെ നോക്കി സൂര്യ നമസ്കാരം ചെയ്യുകയോ സൂര്യഭഗവാന് ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളമെടുത്ത് തർപ്പണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായ അവസ്ഥകൾ, നിങ്ങളുടെ ഭാഗ്യദോഷങ്ങളൊക്കെ ഈ മാസം മാറ്റിത്തരും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നേട്ടങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരും. മുൻകോപം ഒന്ന് ശ്രദ്ധിക്കണം. അത് എടുത്തു ചാടിയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ആരോടും വളരെ സാവകാശം ക്ഷമയോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ മാസം അത്യാവശ്യമാണ്. 11ാമത്തെ നക്ഷത്രം പൂരം.
പ്രണയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു പ്രണയം സഫലീകരിക്കപ്പെടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുവാനും ആ പ്രണയ ബന്ധം നിലനിർത്താനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന സമയം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടും നല്ല ഇഴചേർന്ന ഒരു ബന്ധം സാധ്യമാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ഊഷ്മളമായ ഒരു കുടുംബ ബന്ധം പങ്കാളിയുമായി നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ് മെയ് മാസം. സർഗാത്മകമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം മികച്ച വരുമാനവും തൊഴിൽ സാധ്യതകളും ഉള്ള ഒരു കാലം കൂടിയാണ് മെയ് മാസം. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒന്ന് ശ്രദ്ധിച്ചു വേണം. അനാവശ്യമായ ഒരു കാര്യങ്ങളിലും കയറി ഇടപെടരുത്. നമുക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ തലവെച്ച് ഈ മാസം നമ്മളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നത് ദോഷപരിഹാരമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഭഗവതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. പായസ വഴിപാടും പ്രാർത്ഥനയും ഈ സമയത്ത് നിങ്ങൾക്ക് ദോഷപരിഹാരമായി കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുവാനും ഇത് ഗുണകരമാണ്. ഉത്രം നക്ഷത്രമാണ്, 12ാമത്തെ നക്ഷത്രമായ ഉത്രം നക്ഷത്രമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കും. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ ആദരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന സമയമാണ്. അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തെ തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ്. കുടുംബസമേതം യാത്രകൾക്ക് അനുകൂലമായ സാധ്യതകൾ, യോഗമൊക്കെ കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ഉന്നതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായി വരവുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതായാലും അതിൽ ധനപരമായ ഒരു പിന്തുണ ലഭിക്കുന്ന അങ്ങനെ ഒരു യോഗം കൂടി ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസമുണ്ട്. ആരോഗ്യപരമായി നോക്കുമ്പോൾ നേത്രപരമായ അല്ലെങ്കിൽ നേത്രവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവഗണിക്കരുത്. ടൂ വീലറുകളിൽ യാത്ര ചെയ്യുന്നവർ കണ്ണുകളിൽ പൊടിയടിക്കാതിരിക്കുവാൻ ഹെൽമറ്റ് ധരിക്കണം. അതിൻ്റെ വൈസർ, അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് താഴ്ത്തി വെച്ചേക്കണം. കണ്ണുകളിൽ എന്തെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്ന തൊഴിൽ രംഗങ്ങൾ, വെൽഡിങ് അതുപോലെയൊക്കെയുള്ള പണികളൊക്കെ, പൊടി പടലങ്ങളൊക്കെ നിറഞ്ഞ അവസ്ഥയിലൊക്കെ ജോലി ചെയ്യുന്നവരും കണ്ണിൻ്റെ സംരക്ഷണം കൃത്യമായി നോക്കേണ്ട ഒരു സമയമാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. ആദിത്യ ഹൃദയം ജപിക്കുന്നത് നിങ്ങൾക്ക് ദോഷപരിഹാരമായി ഈ മാസം നല്ലതാണ്. ആദിത്യ ഭഗവാനെ വന്ദിക്കുന്നത്, വണങ്ങുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ദോഷപരിഹാരവും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും കാരണമാകും. പ്രഭാതങ്ങളിൽ തന്നെ നിങ്ങളിത് ചെയ്യുക. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ നിങ്ങളിത് ചെയ്യുക. അത് വളരെ ഗുണകരമായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാക്കി തരും. 13ാമത്തെ നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരുന്ന ഒരു കാലമാണ് മെയ് മാസം. വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് കൂടും. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കൊപ്പം തന്നെ സാമ്പത്തികപരമായ വാർത്തകളും നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷമുള്ള മാസം, സമാധാനമുള്ള മാസം, സാമ്പത്തിക ഉന്നതിയുള്ള മാസം. പൊതുവെ കുടുംബപരമായും തൊഴിൽ രംഗത്തുമൊക്കെ അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാസമാണ്. ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. ആഹാര കാര്യത്തിൽ നിങ്ങൾ ശുചിത്വം പാലിക്കണം. നല്ല ആഹാരങ്ങളെ കഴിക്കാവൂ. അത് കൃത്യസമയത്ത് കഴിക്കുക. വിശ്രമം, ഉറക്കം ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായി മറ്റ് യാതൊരുവിധ പ്രതിസന്ധികളും നിങ്ങൾക്ക് ഈ സമയത്തില്ല. പരിഹാരം, ദോഷപരിഹാരമായി ചന്ദ്രികാ സ്തോത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഈ കാലഘട്ടത്തിൽ അത്തം നക്ഷത്രക്കാർക്ക്. 14ാമത്തെ നക്ഷത്രം ചിത്തിര. ധൈര്യത്തോടെ തീരുമാനങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ധൈര്യത്തോടു കൂടി ആ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ ആ തീരുമാനങ്ങളിലൂടെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ്. അത് യെസ് ആയാലും നോ ആയാലും നമുക്ക് നമ്മുടെ മുന്നിലുള്ള എന്ത് കാര്യവും നമ്മൾ കൃത്യസമയത്തൊരു തീരുമാനമെടുത്തതും നടപ്പാക്കി തന്നെ ഈ മാസം ചിത്ര നക്ഷത്രക്കാർ മുന്നോട്ട് പോകണം. ശത്രുശല്യം ഒഴിയുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങളോട് വൈരാഗ്യപൂർവ്വം, ശത്രുതാപൂർവം അങ്ങനെ ഒരു മനോഭാവത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഒഴിഞ്ഞു പോകും. അവരെ നിങ്ങൾക്കിപ്പോൾ നിഷ്പ്രഭരാക്കാൻ കഴിയും. അതായത് അവരുടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു ദൈവീകമായ പിന്തുണ ലഭിക്കുന്ന സമയമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് മെയ് മാസം. പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. അതിന് നല്ല മാസമാണ്. നിങ്ങളുടെ ബിസിനസ്സുമായി, തൊഴിൽ രംഗമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ആവശ്യമുള്ള
കാര്യങ്ങൾ, അതിൻ്റെ രേഖകൾ ഒക്കെ നിങ്ങൾ ഒപ്പിടുന്നതും അതുമായി മുന്നോട്ട് പോകുന്നതും സാമ്പത്തികപരമായി മെച്ചപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഭാവിയിൽ കൊണ്ടുവരും. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ദോഷപരിഹാരമായി ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നത്, ഭദ്രകാളി ക്ഷേത്രം സന്ദർശിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ദോഷങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ നൽകും. ഇനി ചോതി നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. 15ാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രം. സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സഹായങ്ങൾ നിങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ ലഭിക്കും. ആഗ്രഹിച്ച ഒരു വിദേശ യാത്ര സാധ്യമാകുന്ന സമയം കൂടിയാണ്. ദീർഘകാലമായി വിദേശത്ത് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നവർക്ക് ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യ രംഗത്തെല്ലാം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ, നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശരി തന്നെ അല്ലാതെയും നിങ്ങളെ നന്നായി സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമയമാണ് മെയ് മാസം. IT മേഖലയുള്ളവർക്ക് വളരെ പുരോഗതി അവരുടെ തൊഴിൽ രംഗത്ത് ഉണ്ടാകാൻ, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, അത് ഇവിടെ ഇരുന്നു കൊണ്ട് വിദേശത്തെ കമ്പനികളുമായി ടെക്നോളജി മൂലം, ഇൻ്റർനെറ്റ് മൂലമൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്നവർക്കും എല്ലാം വളരെ നല്ല പുരോഗതി ലഭിക്കുന്ന സമയമാണ്. അമിതമായ ആത്മവിശ്വാസം നിങ്ങൾ പുലർത്തുന്നത് ശ്രദ്ധിച്ച് വേണം. കാരണം ചില കാര്യങ്ങൾ ശരിയായി വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മറ്റ് കാര്യങ്ങളെ അന്ധമായി വിശ്വസിക്കരുത്. കൃത്യമായി പഠിച്ചിട്ട് വേണം ഓരോ അവസരങ്ങളും നിങ്ങൾ സ്വീകരിക്കുവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുവാൻ കൂടി ഈ മാസം സാധ്യതയുണ്ട്. സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. സരസ്വതി ദേവിയെ ആരാധിക്കുക, ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, വേണ്ട വഴിപാടുകൾ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കും തീർച്ചയായും ഉണ്ടാവുക. 16ാമത്തെ നക്ഷത്രം വിശാഖമാണ്. സാമ്പത്തികമായി മികച്ച സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും ധനപരമായ ഒരു പിന്തുണ, ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ലോട്ടറി അല്ലെങ്കിൽ അതുപോലുള്ള സമ്മാന പദ്ധതികളിൽ, ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ അമിതമായൊന്നും എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ, അത് ജാതകവശാൽ കൂടിയാണത് ചിന്തിക്കുന്നത്. അങ്ങനെ കൂടി നിങ്ങൾക്ക് അനുകൂലമായൊരു സമയമാണെങ്കിൽ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ മതി. 100 1000 ലോട്ടറി എടുക്കേണ്ട കാര്യമില്ല. ഭാഗ്യ പരീക്ഷണങ്ങളിൽ അമിതമായി പൈസ കളയാതിരിക്കുക. ഭാഗ്യം നമ്മളെ തേടി വരേണ്ടതാണ്, അല്ലാതെ ഭാഗ്യത്തിന് പിറകെ നമ്മൾ പോകേണ്ടതല്ല. അതിൻ്റെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ലോട്ടറി എടുക്കാത്തവന് ലോട്ടറി അടിക്കില്ല. അതിനുവേണ്ടി മാത്രം നമ്മളൊരു ലോട്ടറി എടുക്കുക. അല്ലെങ്കിൽ ഒരു സമ്മാന പദ്ധതികളിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് അതിൽ വിജയം നേടാൻ കഴിയില്ല. അതിനുവേണ്ടി മാത്രം നമ്മളൊരു എൻട്രി എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം വളരെ വലുതായി വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ ഉണ്ട്. ഭരണരംഗത്തുള്ളവർക്ക് നല്ല സമയമാണ്. തൊഴിൽപരമായി അല്ലെങ്കിൽ കർമ്മമേഖല ഭരണരംഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവർ, രാഷ്ട്രീയ പൊതു പ്രവർത്തന മേഖലകളിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റികൾ, ബോർഡുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ബാങ്കിങ് മേഖലയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കെല്ലാം വളരെ നല്ല സമയമാണ്. പങ്കാളിയുമായി അനാവശ്യമായി തർക്കിക്കുവാനോ വഴക്കുണ്ടാക്കുവാനോ ഒന്നും ഈ സമയത്ത് പോകരുത്. അവർ പറയുന്നത് കേൾക്കുവാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുക. അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഈ മാസം മാറ്റിവെക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ ബന്ധങ്ങൾ നിലനിർത്തി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നല്ലത്. വ്യാഴാഴ്ചകളിൽ ദോഷപരിഹാരമായി ദക്ഷിണാമൂർത്തി ദർശനം നടത്തുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അടുത്ത 17ാമത്തെ നക്ഷത്രമായ അനിഴ നക്ഷത്രക്കാരെ പറ്റിയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം. ഈശ്വരവിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തുക. ഈശ്വരവിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഇപ്പോൾ തീരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടും. പുതിയ സംരംഭങ്ങൾ, നിങ്ങൾ തുടങ്ങി വെച്ച പുതിയ സംരംഭങ്ങൾ ലാഭകരമാകും. നിങ്ങൾക്ക് വരുമാനത്തിന് വേണ്ടി ഒരു പുതിയ കാര്യം തുടങ്ങി വയ്ക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മെയ് മാസം. അത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ കൂടി ഒരു ജ്യോതിഷനെ കണ്ട് പരിശോധിച്ചതിന് ശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങൾ പുതിയ സംരംഭമോ പുതിയ തൊഴിലോ ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സാമ്പത്തികപരമായി നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറുന്ന ഒരു സമയമാണ്. ഈശ്വരൻ്റെ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകും.
തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തോ ഒരു കാരണവശാലും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ലാത്തൊരു മാസമാണ് അനിഴ നക്ഷത്രക്കാർക്ക്. ഈ മെയ് മാസം നിങ്ങൾ ചതിക്കപ്പെടുവാനായി സാധ്യതയുണ്ട്. രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സംരംഭങ്ങളുമായോ അല്ലെങ്കിൽ മറ്റ് ഇടപാടുകളുമായോ രേഖകളിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അത് കൃത്യമായി വായിച്ച് നിങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ഒപ്പിടാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരു പ്രവർത്തിക്കും ഇറങ്ങരുത്, ഒരു സംരംഭങ്ങളും ആരംഭിക്കരുത്, ഒരു ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യരുത്, കയ്യിലുള്ള പണം അതിനുവേണ്ടി ഇറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ആ മേഖലയെപ്പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം ഈ മാസം നിങ്ങൾ നന്നായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അതുമാത്രമേ നിങ്ങൾക്ക് ഗുണകരമാകുകയുള്ളൂ. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ചെയ്യുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വന്ദിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറും. ഇനി 18ാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. തടസ്സപ്പെട്ട് കിടന്ന ധനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് സാമ്പത്തികമായ കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതുവരെ ലഭിക്കാതെ കുരുങ്ങി കിടന്നിരുന്നെങ്കിൽ അത് ഈ മാസം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുകൂലമായി വരും. ഇൻഷുറൻസ് തുകകളോ അല്ലെങ്കിൽ കോടതികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളോ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും. കടം കൊടുത്തിട്ട് ഒരു കാലത്തും തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ ചില ബാങ്കുകൾ ബ്ലേഡ് കമ്പനികളിലൊക്കെ പണം കഷ്ടകാലത്തിന് ഇട്ടുപോയി അതിന് കിട്ടില്ല എന്ന് വിചാരിച്ച് നിരാശനായി നിന്ന് നിങ്ങൾക്ക് ആ തടസ്സപ്പെട്ട് കിടന്നതെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന ഒരു സമയം, തിരികെ കിട്ടുന്നത്, നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നത് തിരികെ കിട്ടുന്ന ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം. പരീക്ഷകളിൽ നല്ല വിജയം നേടുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക്. അതുപോലെ ഔദ്യോഗിക പരീക്ഷകളിലും അതായത് ഉന്നതിയിലേക്കോ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി എഴുതുന്ന ടെസ്റ്റുകളിലും ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല വിജയം സാധ്യമാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗം, പ്രത്യേകിച്ച് IT മേഖലയിൽ വിവര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ രംഗവും അതുമായി ബന്ധപ്പെട്ട രംഗവും, ഉദാഹരണത്തിന് ഒരു IT കമ്പനി, ആ കമ്പനിയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ലാതെ അവിടെ ആ സ്ഥാപനം ഓടിക്കുവാൻ വേണ്ടി, അതായത് ആ സ്ഥാപനം റൺ ചെയ്യുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അത് ഒരു സ്ഥാപനത്തിന് വേണ്ടി വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനം ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഗുണകരമായ സാധ്യതകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് മെയ് മാസം. ഉറക്കക്കുറവ് വലുതായി അനുഭവപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ദോഷപരിഹാരമായി നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ആവശ്യമായ വഴിപാടുകൾ നടത്തുന്നത്, അടുത്തെവിടെയെങ്കിലും നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അത് സന്ദർശിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ക്ഷേത്ര സന്ദർശനം സാധ്യമല്ലാത്തവർ പുലർച്ചെ നരസിംഹസ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതും നിങ്ങളുടെ തടസ്സങ്ങൾ മാറി നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യമാണ്. 19ാമത്തെ നക്ഷത്രം മൂലമാണ്. നിങ്ങൾക്ക് മൂല നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പുതിയ വീട് എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് സഫലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു വീട് ഈ ഒരു മാസം കൊണ്ട് പണിയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിയാൽ ഈ സമയത്ത് നിങ്ങൾക്കതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം നടത്തുവാൻ കഴിയും. വരും സമയത്തേക്ക്, നമുക്ക് അടുത്ത മാസങ്ങളിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ആ വീട് പൂർത്തീകരിക്കുവാൻ വേണ്ടി ഇറങ്ങുവാൻ പറ്റിയ സമയം കൂടിയാണ്. ഈ നല്ല സമയമാണ് ഈ മെയ് മാസം. അതിനുവേണ്ടി ഒരു ലോണിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വായ്പകൾക്ക് വേണ്ടിയോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. കരിയറിൽ വലിയൊരു ബ്രേക്ക് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പെട്ടെന്നൊരു ബ്രേക്ക്, ഒരു ഉന്നതി, ഒരു എടുത്തുചാട്ടം, ഒരു കുതിച്ചുചാട്ടം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികപരമായി തൊഴിൽ മേഖലയിൽ നിന്ന് നല്ല ധനലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്നുകൂടി പറയുന്നു. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത നിങ്ങൾ പാലിക്കണം. ചെറിയ അപകടങ്ങൾ, ഒടിവുകൾ, ചതവുകൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ ധനനഷ്ടത്തിനും ഈ മാസം സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിത വേഗത ഒരു കാരണവശാലും പാടില്ല. മദ്യപിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. അസമയങ്ങളിൽ അനാവശ്യമായ യാത്രകൾ, ട്രാഫിക് റൂൾ പാലിക്കാത്ത യാത്രകൾ, ഇതൊന്നും പാടില്ല. എല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ദോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. ദോഷപരിഹാരമായി ധർമ്മശാസ്താവിനെ
ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശാസ്താക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യണം, അവിടെ പ്രാർത്ഥിക്കണം. ഇതുകൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. എടുത്തു ചാടിയുള്ള അല്ലെങ്കിൽ അനാവശ്യമായ സ്വഭാവങ്ങൾ, തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടി തന്നെ പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂല നക്ഷത്രക്കാർക്ക് മെയ് മാസം തീർച്ചയായും അവരുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് തന്നെ ആയിരിക്കും. 20ാമത്തെ നക്ഷത്രം പൂരാടമാണ്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് സജീവമായി പങ്കെടുക്കുവാൻ കഴിയും. ആഹ്ലാദഭരിതമായ, സമാധാനപരമായ, സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം, കുടുംബ അന്തരീക്ഷമൊക്കെ പൂരാട നക്ഷത്രക്കാർക്കുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക്, കലാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അംഗീകാരങ്ങൾ തേടിയെത്തും. അത് സാമ്പത്തികമായും നിങ്ങളുടെ ആ പ്രവർത്തന മേഖലയിൽ നിന്നും ധനം ലഭിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കാനുള്ളത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നിയന്ത്രിതമായിട്ട് മാത്രമായിരിക്കണം. മറുപടി കൊടുക്കേണ്ട സമയത്ത് സൗമ്യമായി അത് കൊടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. മറ്റുള്ളവരെ ഈ കാലയളവിൽ പരമാവധി ശത്രുക്കളെ ആക്കാതിരിക്കുവാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പരിഹാരമായി ലക്ഷ്മി നാരായണ പൂജ നല്ലതാണ്, പ്രാർത്ഥിക്കണം. ലക്ഷ്മി നാരായണ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യണം. അതെല്ലാം നിങ്ങൾക്ക് ഈ പൂരാട നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ ഗുണകരമായി വരും. ഇനി 21ാമത്തെ നക്ഷത്രമായ ഉത്രാട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ദീർഘകാലത്തെ ഒരു ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു ആഗ്രഹം ഈ സമയത്ത് സഫലീകരിക്കപ്പെടും. രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലമായ ഒരു സമയമാണ്. നേതൃത്വ സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം. അമിതമായ ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കരുത്, അത് അപകടമാണ്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അമിതമായ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ട് ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടി വിനയാക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ച് തന്നെ പോകണം. ശിവക്ഷേത്ര സന്ദർശനം ദോഷപരിഹാരമായിട്ട് പറയാം. ശിവക്ഷേത്രത്തിൽ ധാര അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷപരിഹാരമാവുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സത്ഫലങ്ങളുടെ ആക്കം കൂട്ടുകയും ഒക്കെ ചെയ്യും. അതെല്ലാം ഒന്ന് ചെയ്ത് ഉത്രാട നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ കടന്നു പോവുക. 22ാമത്തെ നക്ഷത്രക്കാരായ തിരുവോണത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അവരുടെ പഠന കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും. സ്കോളർഷിപ്പ്, മത്സര പരീക്ഷ തുടങ്ങിയവയിൽ വിജയം ലഭിക്കും. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഡ്മിഷന് ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും, ഉയർച്ചയുണ്ടാകും. സ്ഥാനക്കയറ്റത്തിനും ഒപ്പം സാധ്യതയുണ്ട്. സംരംഭങ്ങളോ ബിസിനസ്സോ നടത്തുന്നവർക്കും നേട്ടങ്ങളുടെ മാസം തന്നെയാണ്. ജലദോഷം പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ ആരോഗ്യപരമായി അത് ശ്രദ്ധിക്കുക. കൃത്യമായ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നെ പോവുക. പൊടിപടലങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ അമിതമായ ഈർപ്പം നിറഞ്ഞ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർ ശ്രദ്ധിക്കണം. അത്തരം അസുഖങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്ര സന്ദർശനം നടത്തി വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ദോഷപരിഹാരവും ഭാഗ്യവർദ്ധനവിനും കാരണമാകും. 23ാമത്തെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രക്കാരെ പറ്റിയാണ് ഇനി പറയുന്നത്. ഭൂമി ഇടപാടുകളിൽ, ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കാൻ അവിട്ട നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ യോഗമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ പറ്റിയ സമയമാണ്. അതൊരു വീടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യവസായ സ്ഥാപനമോ ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം. അത് അനുകൂലമായ സമയമാണ്. സാങ്കേതികമായ മേഖലയിലുള്ളവർക്കും വ്യവസായ മേഖലയിലുള്ളവർക്കും അനുകൂലമായ തൊഴിൽ അവസരങ്ങൾ കൂടുതലായി ലഭിക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. മികച്ച സമയമാണ്. മികച്ച അവസരങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങളുമായുള്ള ബന്ധം വഷളാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മാസം സ്വാഭാവികമായി നിങ്ങളുമായി ഉണ്ടാകും. അത് രമ്യമായി കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. സുബ്രഹ്മണ്യ ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് ദോഷപരിഹാരമായി പറയാവുന്ന കാര്യമാണ്. സുബ്രഹ്മണ്യ സ്തോത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു മാസമാണ് മെയ് മാസം അവിട്ട നക്ഷത്രക്കാർക്ക് എന്ന് തന്നെ പറയാം.
24ാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രക്കാരെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ കാത്തിരിക്കുന്ന മാസം തന്നെയാണ് മെയ് മാസം. നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തൊഴിലിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് അസ്വസ്ഥരായിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗശല്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗശാന്തി, ഈ ചതയം നക്ഷത്രക്കാർക്ക് രോഗശാന്തി കൂടി ഉണ്ടാകും മാസമാണ്. പുതിയ ആശയങ്ങൾ തൊഴിൽ രംഗത്ത് നടപ്പിലാക്കുവാനും അത് വിജയിപ്പിക്കുവാനും കഴിയും. നിങ്ങൾ പഠിച്ചു വെച്ച ഒരു ആശയം, ഒരു പദ്ധതി നിങ്ങൾക്ക് ഈ മാസം തുടങ്ങി വയ്ക്കുവാൻ കഴിയും. അത് വിജയിപ്പിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ്. സംരംഭങ്ങളോ ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അത് തുടങ്ങി വയ്ക്കാൻ കഴിയും. നിങ്ങളുടെ പ്രവർത്തന മികവിലൂടെ തന്നെ അത് വിജയിപ്പിക്കുവാനും ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. പക്ഷെ കൂട്ടു ബിസിനസ്സുകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ചതിക്കുഴികളിൽ വീഴാതെ നോക്കണം. നിങ്ങളുടെ പാർട്ണർ ആരായാലും അല്ലെങ്കിൽ നിങ്ങളെ ആ രംഗത്തേക്ക് ആനയിക്കുന്ന വ്യക്തി ആരായാലും അവർ പറയുന്നതെല്ലാം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങൾ പഠിച്ചു വെച്ച കാര്യത്തിന് അനുയോജ്യമായ, നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ സൈൻ ചെയ്യാവൂ. രേഖകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചതിക്കുഴികളിൽ വീഴാതിരിക്കുവാൻ, മറ്റുള്ളവരെ അനാവശ്യമായി വിശ്വസിക്കാതിരിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുവാൻ ചതയം നക്ഷത്രക്കാർ ശ്രമിക്കണം. ദോഷപരിഹാരമായി നവഗ്രഹ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് രാഹുവിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. 25ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ദാനധർമ്മങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൈവശമുള്ളത് ദാനം ചെയ്യണം, അതിൻ്റെ പുണ്യം ലഭിക്കണം എന്ന് നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മനസമാധാനം വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിൽ, വിശ്വാസങ്ങളിലൊക്കെ കൂടുതലായി നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈശ്വര ചൈതന്യം കൂടുതലായി വരുവാൻ വേണ്ടി മനഃപൂർവ്വമായി ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യവും വർദ്ധിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തികപരമായി തൊഴിൽപരമായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് മദ്യമോ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ സിഗരറ്റോ എന്തായാലും ശരി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ, അതായത് അത് വിട്ട് കളഞ്ഞിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അത് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഈ മെയ് മാസത്തിൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മനഃപൂർവ്വമായ ഒരു മോചനം നേടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കമായിരിക്കും ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. അവരുടെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ തുടക്കം തന്നെയായിരിക്കും ഈ മെയ് മാസം. അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ ഉന്നതികളാണ് എന്ന് കൂടി മനസ്സിലാക്കുക. കുബേര മന്ത്രമാണ് നിങ്ങൾ ഈ മാസം ജപിക്കാനുള്ളത്. നിങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മോശം സ്വഭാവത്തിൽ നിന്നും വിടുതൽ വാങ്ങി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളത് മാറ്റിവെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കുബേരനാണ് എന്നാണ് അതിനർത്ഥം. കുബേരനെ പ്രീതിപ്പെടുത്താനുള്ള കുബേര മന്ത്രം നിങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് സൽഗുണങ്ങൾ ഒരുപാട് നേടാൻ കഴിയുന്ന ഒരു മാസമാണ്. 26ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്ന മാസം. നിങ്ങളുടെ കഴിവുകൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന മാസം. നിങ്ങളെ ഒരുപാട് പേർ അറിയുന്ന, നിങ്ങളെ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലുള്ളവർ പോലും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് മെയ് മാസം. അധ്യാപകർക്കും അഭിഭാഷകർക്കും വളരെ നല്ല സമയമാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പേരെടുക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ മാസം കുറച്ച് ശ്രദ്ധ വേണം. അത് കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യത്തിൽ വീഴ്ച, മുറിവ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. വാഹനങ്ങളിൽ കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോഴും പൊതുസ്ഥലങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുമായി സഞ്ചരിക്കേണ്ടി വരുമ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ വേണ്ട സമയമാണ്. ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുക, ശനിദേവനെ പ്രാർത്ഥിക്കുക, ശനീശ്വരനെ വണങ്ങുക, ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും. അവസാന നക്ഷത്രം രേവതിയാണ്. രേവതിയുടെ മെയ് മാസ ഫലം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. യാത്രകളിലൂടെ പുതിയ അറിവുകൾ സ്വായത്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പഠനം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രകളിലൂടെ പഠനമായി മാറുന്ന സമയമാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല നേട്ടമുണ്ടാവും. സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്കാൾ കൂടുതലായി നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് ആ ലക്ഷ്യത്തിന് സാക്ഷാത്കാരവും അതിനെപ്പറ്റിയുള്ള അറിവുകളുമാണ് നമുക്ക് വലുത് എന്നുകൂടി മനസ്സിലാക്കുക. വിവാഹ ആലോചനകൾ നടത്തുന്ന
ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹപ്രായമായ ഒരാളാണെങ്കിൽ അക്കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. വരും മാസങ്ങളിൽ ഒരു വിവാഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന മാസമാണ്. വ്യാപാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗങ്ങളിൽ വളരെ ലാഭം കൂടും. ഇരട്ടി ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായും കുടുംബപരമായും നല്ല മാസമാണ്. പക്ഷേ അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ വരുത്തുവാൻ അന്യരുടെ വാക്കുകളോ ഇടപെടലുകളോ ഒക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല നിങ്ങളുടെ തൊഴിൽ രംഗത്തും അത്തരം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് പ്രവർത്തിച്ച് ബന്ധങ്ങൾ വഷളാക്കുവാനും മോശമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനൊന്നും ഒരിക്കലും ശ്രമിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭഗവാൻ കൃഷ്ണനെ വണങ്ങുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സന്ദർശനം നടത്തുക, പ്രാർത്ഥനകൾ നടത്തുക, പാൽപായസം, കൃഷ്ണന് പാൽപായസം നേരുക, അതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷപരിഹാരമാണ്. ഭാഗ്യം വർദ്ധിക്കുവാനും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ കാക്കുന്നതിനുമൊക്കെ ഒരു മാർഗമായി കലാശിക്കും. ഇത് ഒരു പൊതുവായ പ്രവചനമാണ് എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ദശാപകാരങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അത് കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ സമീപത്തുള്ള ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് തീർച്ചയായും ഉത്തമമായിരിക്കും. ദോഷങ്ങൾ മാറ്റി സൗഭാഗ്യങ്ങൾ നേടുവാൻ ഇവിടെ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുക. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം നിങ്ങളെ കാക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ നക്ഷത്രം തീർച്ചയായും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ദോഷപരിഹാരമായി ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.